الهادي إلى سواء السبيل نحمده سبحانه أن جعلنا من المؤمنين به والمرتجين شفاعته صلى الله وسلم على سيدنا محمد وعلى آله وصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وقال النبي صلى الله عليه وسلم من أشد أمتي لي حبا الناس يكونون بعدي يود أحدهم لو رآني بأهله وماله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സുന്നി ലോകം കണ്ണുനീർ പൊഴിക്കലായി സുന്നി താജരായ തങ്ങൾ യാത്രയായി വിജ്ഞാന ദീപമായവർ വിയോഗമായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി സുന്നി ലോകം കണ്ണുനീർ പൊഴിക്കലായി സുന്നി താജരായ തങ്ങൾ യാത്രയായി വിജ്ഞാന ദീപമായവർ വിയോഗമായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി. ഉലമാക്കളുമറാക്കൾ കണ്ണീർ തൂകലായി ഉലകെങ്ങും വ്യസനത്തിനാൽ വിതുമ്പലായി. ഉലമാക്കളുമറാക്കൾ കണ്ണീർ തൂകലായി ഉലകെങ്ങും വ്യസനത്തിനാൽ വിതുമ്പലായി. ലക്ഷം ജനങ്ങളാകെയെന്നു തേങ്ങലായി ലക്ഷം ജനങ്ങളാകെയെന്നു തേങ്ങലായി ലക്ഷ്യത്തിലേക്ക് തങ്ങളോരും പോകലായി ലക്ഷ്യത്തിലേക്ക് തങ്ങളോരും പോകലായി. സുന്നിലോ
ലോകം കണ്ണുനീർ പൊഴിക്കലായി സുന്നി താജരായ തങ്ങൾ യാത്രയായി വിജ്ഞാന ദീപമായവർ വിയോഗമായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി സുന്നി സമൂഹത്തിൻ്റെ സാന്ത്വന ജീവ സുൽത്താനായി വാണ ശ്രേഷ്ഠ പരിശുദ്ധ നിലാവ് സുന്നി സമൂഹത്തിൻ്റെ സാന്ത്വന ജീവ സുൽത്താനായി വാണ പരിശുദ്ധ ശ്രേഷ്ഠ നിലാവ് സമുദായത്തിന് അന്തസ്സായിരുന്ന നേതാവ് സമുദായത്തിന് അന്തസ്സായിരുന്ന നേതാവ് സർവരും സമ്മതിച്ചു പോകുമുന്നതരോര് സർവരും സമ്മതിച്ചു പോകുമുന്നതരോര് സുന്നി ലോകം കണ്ണുനീർ പൊഴിക്കലായി സുന്നി താജരായ തങ്ങൾ യാത്രയായി വിജ്ഞാന ദീപമായവർ വിയോഗമായി വിധി വന്നു പുണ്യ തങ്ങൾ വിട വാങ്ങലായി വിധി വന്നു പുണ്യ തങ്ങൾ വിട വാങ്ങലായി നാദാനിദരജകളേറ്റി നൽകണേ കൂടെ സുബർക്കത്തിലായി ചേർത്തു തരേണേ നാദാനിദരജകളേറ്റി നൽകണേ കൂടെ സുബർക്കത്തിലായി ചേർത്തു തരേണേ അവിടുത്തെ തർബിയത്തെന്നും നൽകിടേണേ അവിടുത്തെ തർബിയത്തെന്നും നൽകിടേണേ മഹാൻ മദനി തങ്ങളാൽ തുണച്ചിടേണേ മഹാൻ മദനി തങ്ങളാൽ തുണച്ചിടേണേ സുന്നി ലോകം കണ്ണുനീർ പൊഴിക്കലായി സുന്നി താജരായ തങ്ങൾ യാത്രയായി വിജ്ഞാന ദീപമായവർ വിയോഗമായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി വിധി വന്നു പുണ്യ തങ്ങൾ വിടവാങ്ങലായി ഏറ്റവും സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ പണ്ഡിത മഹത്തുക്കളെ SMA-യുടെയും SYS-ൻ്റെയും SSF-ൻ്റെയും സമുന്നതരായ നേതാക്കളെ ഊർജ്ജസ്വലരായ പ്രസ്ഥാന ബന്ധുക്കളെ പ്രവർത്തകരെ ഈ നല്ല മജ്‌ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സംഗമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ ബലിപെരുന്നാളിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിസ്ഫോടനങ്ങൾക്ക് സാർത്ഥകമായ സമർത്ഥമായ വിവേകപൂർണമായ മുന്നേറ്റം നടത്തുന്ന SSF-ൻ്റെ ചുണക്കുട്ടികളായ നല്ല സംഘാടകർ താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും അവിടുത്തെ മഹബ്ബത്തും അവിടുത്തെ സ്നേഹവും ഈദാഘോഷത്തിൻ്റെ
ഏറ്റവും മൂല്യമത്തായ നിമിഷങ്ങളെ ചിലവഴിക്കാൻ നമുക്ക് വേണ്ടി മഹത്തായ ഈ വേദി അല്ലാഹുവിൻ്റെ നാമധേയത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇവിടെ നമ്മൾക്ക് അള്ളാഹു ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം തന്നു. ഈ രാത്രിയിൽ അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നമ്മൾ സന്നിഹിതരായ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി തരികയും നമ്മുടെ പ്രശ്നങ്ങളെ അള്ളാഹു പരിഹരിച്ചു തരികയും നമ്മുടെ കടങ്ങളെ അള്ളാഹു വീട്ടിത്തരികയും ഏത് വിഷമത്തിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ ഈ മജ്ലിസിൽ ആര് പങ്കാളിയായോ അയാളുടെ എല്ലാ വിഷമങ്ങൾക്കും വിഷയങ്ങൾക്കും പരിഹാരമായി അള്ളാഹു ഈ മജ്ലിസ് നൽകുമാറാകട്ടെ. സർവോപരി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാർ, ഭാര്യ മക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, മുഴുവൻ ആളുകൾക്കും സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അള്ളാഹു ഈ സദസ്സ് ഒരു നിധാനമായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് ഖബറിൻ്റെ ഏകാന്തതകളിൽ ആരുമാരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന മുൻഗാമികളുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗമാക്കി മാറ്റുകയും നേരം പോക്കിനു വേണ്ടി നമ്മുടെ ഈ സദസ്സ് അവരുടെ ഖബറുകളിൽ അള്ളാഹു കാണിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആഘോഷത്തിമിർപ്പിലാണ്. നേരത്തെ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ, നേതാക്കൾ ഓർമ്മപ്പെടുത്തിയതുപോലെ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ, ത്യാഗനിർഭരമായ, ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന മഹത്തായ സമർപ്പണത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് പ്രിയപ്പെട്ട ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വന്നത്. ആ ദിവസം നമ്മുടെ ഖൽബായ, നമ്മുടെ ലക്ഷ്യ സഫലതയായ, നമ്മുടെ എല്ലാമായ താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയാണ് ഈ ആഘോഷ സുദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുകയും വയ്ക്കുകയും മദ്ഹ് പറയുകയും പാടുകയും ഉൾക്കൊള്ളുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നറിയുമോ? ലോകം മുഴുവനും സ്വാധീനം ചെലുത്തപ്പെട്ട, ലോകത്ത് എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെട്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അധികം വസിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 121 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങകലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരു ലോകമത സമ്മേളനം നടക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്തെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് കടന്നുപോയത് സ്വാമി വിവേകാനന്ദനായിരുന്നു. അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോക മഹാസമ്മേളനത്തിൽ വെച്ച് ഒരുപാട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന മത നേതാക്കന്മാർ ആ വേദിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയും പ്രഭാഷണം നടത്തുകയും, എന്നാൽ സ്വാമി വിവേകാനന്ദൻ ആ പ്രഭാഷണ വേദിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങുന്ന വിശ്വവിഖ്യാതമായ പരാമർശം കൊണ്ട് ആ പ്രഭാഷണം ആരംഭിക്കുകയും ചെയ്തു. വിരളമായ സദസ്സ് അന്നേരത്ത് സമർത്ഥമായി ആരാണ് അകലെ ഭാരതത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തുനിന്ന് കടന്നു വന്നിട്ട് അമേരിക്കയുടെ നെറുകയിൽ ചിക്കാഗോയിൽ ഒരുമിച്ച് കൂടിയ
ലോകമതത്തിന്റെ ആളുകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത് കേട്ടുന്നത് ആരാണ്? ആ സദസ്സിലിരുന്ന ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, കേട്ടില്ലയോ? ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ഈ വെളുത്തവനെയും കറുത്തവനെയും പല കാറ്റഗറിയിൽ ജീവിക്കുന്ന മനുഷ്യരെ എല്ലാവരെയും സഹോദരീ സഹോദരന്മാരെ എന്ന ഏറ്റവും വലിയ അർത്ഥസമ്പന്നമായ വാക്കുകൊണ്ട്, ഏറ്റവും വലിയ ആശയസമ്പന്നമായ ആ വാക്ക് പ്രയോഗിച്ചുകൊണ്ട് നമ്മളെ മുഴുവനും കയ്യിലെടുത്തത് എത്ര അത്ഭുതമായിരിക്കുന്നു സഹോദരങ്ങളെ. ബാക്കിയുള്ള ആളുകൾ അവിടെ പ്രഭാഷണത്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് തുടങ്ങുന്ന പദപ്രയോഗം കൊണ്ട് അവരൊക്കെ അഭിസംബോധന ചെയ്തപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന പദപ്രയോഗം കൊണ്ട് അവിടെ അഭിസംബോധന ചെയ്യാൻ അയാൾക്ക് മോട്ടിവേഷൻ കിട്ടിയത്, അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയത്, അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചത് എവിടെ നിന്നാണെന്നറിയുമോ? പിന്നീടും സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അമേരിക്കയിൽ കാലിഫോർണിയയിൽ രണ്ടാമത് അദ്ദേഹം പ്രഭാഷണത്തിന് വന്നപ്പോൾ ആ പ്രഭാഷണം അദ്ദേഹം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? അതാ മുഹമ്മദ് വരുന്നു, അതാ മുഹമ്മദ് വരുന്നു, അതാ മുഹമ്മദ് വരുന്നു. ആളുകൾ അന്തം വിട്ട് അന്താളിച്ച് അവരെല്ലാവരും സ്തബ്ധാത്ഭുതത്തോടെ നോക്കി. എന്താണ് കാലിഫോർണിയയുടെ നഗരമധ്യത്തിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ വിളിച്ചു പറയുന്നത്? അതാ മുഹമ്മദ് വരുന്നു, മുഹമ്മദ് വരുന്നു, മുഹമ്മദ് വരുന്നു. എന്തിനാണ് സ്വാമി വിവേകാനന്ദനോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ അതാ വരുന്നു മുഹമ്മദ് എന്ന പദപ്രയോഗം കൊണ്ട് കാലിഫോർണിയയിൽ നിങ്ങളെ ക്ഷണിക്കപ്പെട്ട പ്രഭാഷണ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾ ആദ്യമായ വാചകം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഹീറോയായി ഏറ്റെടുത്ത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ലോകത്ത് കറുത്തവനെയും വെളുത്തവനെയും കുചേലനെയും കുബേരനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും നിരീശ്വരവാദിയെയും മനുഷ്യൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആ മാലയിൽ കന്നികളാക്കി റോമക്കാരനായ സുഹൈബിനെയും പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിയെയും എത്യോപ്യൻ നീഗ്രോ അടിമയായിരുന്ന ബിലാലിനെയും അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അടക്കമുള്ള ജീവിതത്തിന്റെ പല തട്ടുകളിൽ, പല സമൂഹത്തിന്റെ പല നിലകളിൽ വർത്തിച്ചിരുന്ന മനുഷ്യരെ എല്ലാവരെയും സഹോദരങ്ങളാണ്, സഹോദരിമാരാണെന്ന മഹിതമായ ആശയം ലോകത്ത് പഠിപ്പിച്ച പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ആദർശമാണ് എന്നെ ആ സാഹോദര്യത്തിലേക്ക് കൊണ്ടുപോയതെന്ന് രണ്ടാമത് അദ്ദേഹം അതാ കാലിഫോർണിയയിൽ വന്ന് പ്രഭാഷണം നടത്തിയപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ മത നേതാക്കളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്കറിയുമോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ? ആരായിരുന്നു അദ്ദേഹം? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ അറിയാത്തവർ ആരുമില്ല സഹോദരങ്ങളെ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1933 മെഡ്രാസിൽ ഒരു മഹാറാലി അഭിസംബോധന ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഭാരതീയരെ, ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് ഹൈന്ദവരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, മതമുള്ളവന്മാരും മതമില്ലാത്തവന്മാരും ഉണ്ടായിരുന്നു. സമൂഹത്തിന്റെ നാനാ തുറകളിൽ ജീവിക്കുന്ന ഭാരതീയരായ ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടിയ ആ മഹത്തായ സമ്മേളനത്തിൽ, മദ്രാസിലെ മീനമ്പക്കത്ത് വെച്ച് നടന്ന മഹത്തായ സമ്മേളനത്തിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറയുകയാണ്, നമ്മളെല്ലാവരും ഒരു ഉമ്മയുടെ മക്കളെ പോലെ ഭിന്നിക്കാതെ, ഛിദ്രതയുണ്ടാക്കാതെ, അനൈക്യമുണ്ടാക്കാതെ, പരസ്പരം മത്സരിക്കാതെ, പാരവയ്ക്കാതെ, ഒരുമയുടെയും സ്വരുമയുടെയും സൗഹാർദ്ദത്തിന്റെയും മാതൃകയിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളെ ബൂട്ട്സുകൾക്കുള്ളിലിട്ട് ചവിട്ടി മെതിച്ചു കൊണ്ടിരിക്കുന്ന, അസ്വാതന്ത്ര്യത്തിന്റെ കൂച്ചുവിലങ്ങുകൾ കൊണ്ട് നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ബ്രിട്ടീഷുകാരനായ വെള്ളപ്പട്ടാളക്കാരന് നമ്മുടെ ഭാരതത്തിൽ നിന്ന്, സാക്ഷാൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വരും സഹോദരങ്ങളെ. ഇനി അഥവാ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യ ആരാണ് ഭരിക്കേണ്ടതെന്നറിയുമോ? 1933 ഹൈന്ദവനായി ജനിക്കുകയും ജീവിക്കുകയും ഹൈന്ദവ ദർശനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്
രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മനുഷ്യൻ അവിടെ തടിച്ചുകൂടിയ ലക്ഷങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, അറിയുമോ നിങ്ങൾക്ക് മദീനയിലെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദിന് ഒരു അനുയായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാണ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മഹാത്മജി പറയുകയാണ്, അഥവാ ബ്രിട്ടീഷുകാരനാകുന്ന വെള്ളപ്പടപ്പട്ടികൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൽ ഒരു ഭരണ സംവിധാനം നിലവിൽ വരേണ്ടതുണ്ട്. മദ്രാസിന്റെ മണൽ തരികളെ ഓർമ്മയിൽ ഒളിച്ചുകൊണ്ട് രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയുകയാണ്, ഈ ഇന്ത്യ രാജ്യത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയുടെ ഭരണം വരണമെന്നാണ് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ള നല്ലവരായ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നറിയുമോ? മംഗൾയാന്റെ കാലഘട്ടത്തിലാണ്. എന്താണ് മംഗൾയാൻ? ആരാണ് മംഗൾയാൻ? 1337 കിലോഗ്രാം ഭാരമുള്ള 2013 നവംബർ 5-ാം തീയതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV-2 C-25 എന്ന് പറയുന്ന റോക്കറ്റിന്റെ സഹായത്തോടെ ഭൂമിയിൽ നിന്ന് 22 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ ലക്ഷ്യമാക്കി അതാ ബംഗളൂരുവിലെ ISRO നിലയത്തിൽ നിന്ന് പറന്നു എന്ന മംഗൾയാൻ എന്ന മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന ബഹിരാകാശ പേടകം. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യമെന്നറിയുമോ? നമ്മൾ മാത്രമാണോ ഭൂമിയിൽ തനിച്ചുള്ളത്? അതല്ല, മറ്റേതെങ്കിലും ഗ്രഹത്തിൽ മറ്റു ഗ്രഹാന്തര ജീവികൾ വസിക്കുന്നുണ്ടോ? മറ്റു ഗ്രഹങ്ങളിൽ മനുഷ്യന്മാരെ പോലെ മറ്റു ജീവജാലങ്ങൾ, ജന്തുക്കൾ നിലവിലുണ്ടോ? അതല്ല, ഭൂമി ഇന്നോളം ഇഞ്ചോടിഞ്ച് നശിക്കാൻ പോകുകയാണ്. ഏത് നിമിഷമാണ് ഓസോൺ പാളികൾ തുറന്നു വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ മനുഷ്യന്റെ ശരീരത്തെ മുഴുവനും ക്യാൻസറിലേക്കും രോഗത്തിലേക്കും അടിമപ്പെടുത്തുന്നതെന്ന് ഏത് നിമിഷവും പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. പോരാ, ഭൂകമ്പങ്ങളും സുനാമികളും കൊടുങ്കാറ്റുകളും പേമാരിയും അടിക്കടി ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ, എന്തിനേറെ പറയണം, അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി സേഫ് അല്ല, ഭൂമി സുരക്ഷിത കവചമല്ല എന്ന് മനുഷ്യന് തോന്നുകയാണ്. ഒരു സേഫായ കവാടം, ഒരു സേഫായ വാസസ്ഥലം അങ്ങകലെ ചൊവ്വായിൽ നമുക്ക് ലഭ്യമാകുമോ എന്നന്വേഷിക്കാൻ മംഗൾയാൻ എന്ന് പറയുന്ന സാക്ഷാൽ നാസ, അമേരിക്കക്കാരനായ അമേരിക്കയുടെ ബഹിരാകാശ സ്ഥിരാകേന്ദ്രമായ പര്യവേക്ഷണ കേന്ദ്രമായ നാസ മാവൻ എന്ന് പറയുന്ന ഓമന പേരിട്ട് വിളിച്ച ബഹിരാകാശ പേടകത്തെ പറഞ്ഞയച്ചു. നമുക്കതറിയാം, 2013 നവംബർ 18-ാം തീയതി അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കേപ്പ് കാനാവറലിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അറ്റ്ലസ് 5 എന്ന് പറയുന്ന റോക്കറ്റിന്റെ സഹായത്തോടെ ആ പേടകം കുതിച്ചുയർന്നപ്പോൾ 2014 സെപ്റ്റംബർ 21-ാം തീയതി തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 8 മണിക്ക് അതാ ചൊവ്വയുടെ പ്രദർശന ആ പ്രദക്ഷിണ കവചങ്ങളെ വകഞ്ഞു മാറ്റി ഭൂമിയുടെ കവചങ്ങളെ, ആകർഷണീയ ശക്തികളെ ഓവർടേക്ക് ചെയ്ത് ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് മാവൻ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ ആൻഡ് വോളൈറ്റൽ ഇവല്യൂഷൻ എന്ന ഓമന പേരിട്ട് വിളിച്ച മാവൻ അമേരിക്കക്കാരന്റെ നാസ പറഞ്ഞയച്ച യുഗത്തിലാണ് നാം ഉള്ളത്. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, അങ്ങകലെ ബംഗളൂരുവിലെ അതാ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 22 കോടി അകലെ നിൽക്കുന്ന, ഭൂമിയിൽ നിന്നും 22 കോടി അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിലേക്ക് മാർസ് ഓർബിറ്റർ മിഷൻ പറന്നുപോയാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടുകയും ആദർശബദ്ധമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതമാണോ? അത്ഭുതമല്ല. അത് ആശ്ചര്യമാണോ? ആശ്ചര്യമല്ല. അതൊരു മിറക്കിളാണോ? മിറക്കിളല്ല. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആരായിരുന്നു? 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന് അറിയില്ലായിരുന്നു മേൽപോട്ട് പോകാൻ പറ്റുമെന്ന്. എങ്ങനെ? ലോകത്തിന് ചിന്തിക്കാൻ പറ്റൂലായിരുന്നു. ഇന്ന് പൾസർ ബൈക്കിനകത്ത്, എൻഫീൽഡ് ബൈക്കിനകത്ത്, യൂണിക്കോണിനകത്ത്, സ്കൂട്ടിക്കകത്ത് നമ്മളിങ്ങനെ പാറിപ്പോകുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പോകാൻ പറ്റുമെന്ന്. പക്ഷേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി കൊണ്ട് യൂറി ഗഗാറിന് മുന്നേ, നീൽ ആംസ്ട്രോങ്ങിന് മുന്നേ
7 ആകാശങ്ങളും കടന്നു ചെന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലനുരിയഹു മിൻ ആയാതിനാ. വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങളും കടന്നുപോയി അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇന്ന് സൂര്യൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. ഇനി അടുത്ത 60 കോടി കിലോമീറ്റർ അകലെയാണ് വ്യാഴം നിൽക്കുന്നത്. 22 കിലോമീറ്റർ അകലെയാണ് ചൊവ്വ നിൽക്കുന്നത്. മാത്രമല്ല, ചൊവ്വയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭൂമിയിലേക്ക് എങ്ങനെയാണോ സൂര്യപ്രകാശം പതിക്കുന്നത്, ഏകദേശം അതുപോലെയാണ് ചൊവ്വയിലും സൂര്യപ്രകാശം പതിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങ് വ്യാഴത്തിലേക്ക് സഞ്ചരിക്കാൻ നോക്കാതെ ചൊവ്വയിലേക്ക് സഞ്ചരിക്കാൻ നോക്കുന്നത്. കാരണം എന്താണ്? ഭൂമിയെപ്പോലെ ആ സൂര്യനെങ്ങാനും ഒരൽപ്പം അടുത്തു വന്നു കഴിഞ്ഞാൽ ഭസ്മമായി പോകും, കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും, തടുക്കാൻ കഴിയില്ല. അൾട്രാ വയലറ്റ് രശ്മികളെ പോലും ഡിഫൻസ് ചെയ്യാൻ ആധുനാധുനിക ലോകത്ത് ശാസ്ത്ര സയന്റിസ്റ്റുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ പ്രൂഫ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഡിഫൻസ് പ്രൂഫ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഈ ലോകത്ത് മുസ്ലിമീങ്ങളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ചൊവ്വയിലേക്ക് മംഗൾയാന പറഞ്ഞേക്കുന്നതിനും മുമ്പേ ആധുനാധുനിക സയൻസ് ഇനി സാക്ഷാൽ വ്യാഴത്തിലേക്കോ സൂര്യനിലേക്കോ ഒരു ബഹിരാകാശ പേടകം പറഞ്ഞയച്ചാലും ശരി, ഒരു മുസൽമാന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് 7 ആകാശങ്ങളും പിന്നിട്ടിട്ട് അള്ളാഹുവിന്റെ ചാരത്തേക്ക് കടന്നു എന്ന അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് അവിടുന്ന് നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ സ്പെഷ്യലൈസ്ഡ് ആയ ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ നേതാവിന്റെ പേരിലാണ് ഇന്ന് 21st സെഞ്ചുറിയിൽ ഇതുപോലൊരു മജ്ലിസ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പ്രത്യേകതകളുള്ള ആളാണ്. ഒരുപാട് പ്രത്യേകതകൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. വളരെ ചുരുക്കി പറയുകയാണ്, സമയം നമുക്ക് തീരെയില്ല. ഒരു 10 പ്രത്യേകത നബിക്കു പ്രസിദ്ധമാ. സുഹൃത്തുക്കളെ താഴോട്ടു കേൾക്കിതു വ്യക്തമാ. കോട്ടുവായ് നബിക്കില്ലാത്തതാണതിലൊന്ന്, ഇരിക്കാത്തതാണേ ഈച്ച ജസദിൽ വന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ കോട്ടുവായി സംഭവിച്ചിട്ടില്ല. അവിടുത്തെ ദേഹത്തെ മേലത്ത് ഒരീച്ച വന്നിരുന്നിട്ടില്ല. മുൻഭാഗം പോലാ കാഴ്ചയിൽ നബി പിന്നിലോ, അതുപോലെ തന്നെ അതുപോലെ സ്ഖലനവുമില്ലൊറക്കിലൊരിക്കലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കാഴ്ച മുന്നിൽ അങ്ങനെ ഞാൻ കാണും, എനിക്ക് പിന്നിൽ എന്ത് നടക്കുന്നു എന്നറിയില്ല. എന്നാൽ നേതാവായ ഹബീബിന് മുന്നിൽ കാണുന്നത് പോലെ പിന്നിലും കാണുന്ന നേതാവാണ്.
അതാ മുറഹിബ് രാജാവ് ഹജ്ജാജ് ബിൻ മുൻദിർ എന്ന പടയാളിയെ വിഷത്താൽ ഊട്ടപ്പെട്ട കടാരയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടൽമാലയെ ചോർക്കാൻ പറഞ്ഞയക്കുകയാണ്. ഓടി വന്നു സുബഹിയുടെ സമയത്ത് മദീനയിലെ പള്ളിയിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളോടൊപ്പം ഇരിക്കുകയാണ്. ഊരിപ്പിടിച്ച കടാരയും വിഷത്തിൽ ഊട്ടിയതുമായി ഹജ്ജാജ് ബിൻ മുൻദിർ പിന്നാലെ വന്നു. ഹബീബിനെ പിന്നിൽ നിന്ന് കുത്തി മലർത്തി കൊന്നുകളയാൻ. പക്ഷേ ഹജ്ജാജ് ബിൻ മുൻദിർ പതുങ്ങിയും പാത്തും മെല്ലെ കടന്നു വന്ന് മസ്ജിദുൻ നബവിയിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്ന് കടാര ഉയർത്തിയതും അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന് രണ്ട് കണ്ണുകൾ ഹജ്ജാജ് ബിൻ മുൻദിറിനെ തുറിച്ചു നോക്കുകയാണ്. ഹജ്ജാജ് ബിൻ മുൻദിറിന്റെ ബലിഷ്ഠമായ കരങ്ങൾ വിറച്ചു താഴേക്ക് ആ കടാര നിവദിക്കുകയാണ്. ഹജ്ജാജ് ബിൻ മുൻദിർ ഓടിപ്പോകുകയാണ്. സഹോദരങ്ങളെ, ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുമരവരിലെല്ലാം ഉയരുമെന്ന പൊന്നേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലിരുന്നാൽ കാന ഇദാ ജലസ മഅ ഖൗമിൻ കാനത് കതിഫാഹു അഅലാ മിൻഹും. അവരിൽ ഏറ്റവും ഉന്നതരായിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ഭൂമിക്ക് മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. ഭൂമിക്ക് മുകളിൽ അവിടുത്തെ മൂത്രമോ കാഷ്ടാവശിഷ്ടങ്ങളോ കാണാറില്ല. അത് ഭൂമി അപ്പോഴേ വിഴുങ്ങുമെന്ന് പറയുകയാണ്. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ശ്രേഷ്ഠതകളേറെ പൂണ്ട പൊന്മണി ഹബീബായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രേഷ്ഠതകളുടെ പരാവാരമാണ്. വെറുതെ ഒരു 10 ശ്രേഷ്ഠതകളെ മഹാന്മാരായ ഇമത്തുകൾ സ്പെഷ്യലൈസ്ഡ് ആക്കി വെച്ചു മാത്രമേ ഉള്ളൂ. ഇനിയും ധാരാളം 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 ശ്രേഷ്ഠതകൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മുഅ്മിനീങ്ങളെ, ഇത് പെരുന്നാളിന്റെ സുദിനമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കുറെ ആള് ചെല്ലണില്ല. ഇത്രേ ആൾ ഒരുമിച്ച് കൂടിയിട്ട് ഇത്ര ശബ്ദമൊന്നുമല്ല, ഒരുപാട് ശബ്ദം വരാണ്ട്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഉസ്താദെ അങ്ങനെ അങ്ങ് ചെല്ലിയ നാണക്കേടല്ലേ, ഇയാൾ എന്തോ വിചാരിക്കും ഞാനിങ്ങനെ ഉറക്കെ തക്ബീർ ചെല്ലിയാൽ, ഇയാൾ എന്തോ വിചാരിക്കും ഉറക്കെ തക്ബീർ ചെല്ലിയാൽ. പറ്റൂല. അല്ലാഹു അക്ബർ അല്ലാഹു أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد. ഒരു പെരുന്നാൾ സുദിനമായിരുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീന, മദീനയിലൂടെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്.
അന്നേരത്തൊരു കുഞ്ഞുമോൻ വളരെ ശക്തമായി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞുമോൻ കരയുകയോ. എന്തിനാടാ മോനെ കരയുന്നത്? എന്തുവാ? ആ മോൻ പറയുകയാണ്, യാ റസൂലല്ലാഹ് മാലി അബുൻ വ ഉമ്മൻ വ അന യതീമുൻ മിൻ യതാമൽ മുസ്ലിമീൻ. ഉമ്മയില്ല ബാപ്പയില്ല പാവം യതീമാണ്, ആരും കൂട്ടിനില്ല ഞാനനാഥനാണ്. ഉമ്മയില്ല ബാപ്പയില്ല ഞാൻ യതീമാണ്, ആരും കൂട്ടിനില്ല ഞാനനാഥനാണ്. കുട്ടികൾ പാടുന്നു കളിക്കുന്നു പെരുന്നാളല്ലേ, ഉപ്പമാരുടെ കൈ പിടിച്ചവർ പള്ളി പോകുന്നില്ലേ. നബിയേ ഞാൻ യതീമാണ്, എനിക്ക് വാപ്പായില്ല, എനിക്ക് ഉമ്മായില്ല, എനിക്ക് കുഞ്ഞുടുപ്പ് വാങ്ങിത്തരാൻ എന്റെ രക്ഷകർത്താക്കളില്ല. കണ്ടില്ലയോ കുട്ടികൾ കളിക്കുന്നു, അവർ ആഹ്ലാദിക്കുന്നു, അവർ പാട്ടുകൾ പാടുന്നു, അവർ ചാഞ്ചാടി രസിക്കുന്നു. ഉപ്പമാരുടെ കൈകളിൽ പിടിച്ചിട്ട് അവർ പള്ളികളിലേക്ക് പോകുന്നു. നബിയേ യാ റസൂലല്ലാഹ് ഹാദാ യൗമു ഈദ് അതുത്ഇമൂനി ത്വഅമ വൽ ലിബാസ്. ഭക്ഷണം തരുമോ നബിയേ, വസ്ത്രം തരുമോ നബിയേ. ഇന്ന് പെരുന്നാളാണ്, ഇന്ന് ഈദാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരുണ്യത്തിന്റെ സാഗരമാണ് മുഹമ്മദ് മുസ്തഫ, കരുണയുടെ പ്രപഞ്ചമാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ യാ ബുനയ്യ, പൊന്നുമോനെ ലാ തബ്കി വലാ തഹ്സൻ, കരയാതെ കണ്ണുനീരൊഴുക്കാതെ വിഷമിക്കാതെ. അന അബൂക മുൻദുൽ യൗം, ഇന്ന് മുതൽ ഞാൻ നിന്റെ പിതാവാണ്. വ അന്ത ബിനി, നീ എന്റെ പൊന്നുമോനാണ്. വ ആയിഷത്തു ഉമ്മുക, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ വഴിയരികിൽ പെരുന്നാളിന്റെ സുദിനത്തിൽ പൊട്ടിക്കരഞ്ഞു നിന്ന പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ് സഹോദരങ്ങളെ. കനിവിൻ കടലാം ത്വാഹ നബി അത് കേട്ടു കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ സജലമായി. വഴിയരികിൽ ആരുമാരുമില്ലാതെ പെരുന്നാളിന്റെ സുദിനത്തിൽ പൊട്ടിക്കരഞ്ഞ കുഞ്ഞുമോനെ കെട്ടിപ്പിടിച്ചു. അവിടുന്ന് പറഞ്ഞു, കരയാതെ പൊന്നുമോനെ, നീ കരയാതെ. നിന്റെ ഉപ്പ ഞാനാണ്, നിന്റെ ഉമ്മ ആയിഷ ബീവിയാണ്. സഹോദരങ്ങളെ, സമുദായത്തിൽപ്പെട്ട ഒരാളും വിഷമിക്കുന്നത് പുന്നാര നബിക്ക് ഇഷ്ടമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളുടെ വിഷമം പുന്നാര നബിക്ക് അസഹനീയമാണ്, വേദനയാണ്, അസഹ്യമാണ്.
മുഅ്മിനീങ്ങളോട് കനിവിന്റെ കരകാണ്, കടലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളോട് അലിവിന്റെ അറ്റമില്ലാത്ത കടലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ഹൃദയമുള്ള നല്ലവരായ മുഅ്മിനുകളെ, ഇതുപോലുള്ള നല്ല സ്വലാത്തിന്റെ മജ്ലിസുകൾ ഹബീബിനോടടുക്കാൻ ഒരു കാരണമാകട്ടെ. ലോകത്ത് ആരാണ് ഖബറിൽ കൂട്ടിന് വരിക? ഇന്റിമേറ്റ് ഫ്രണ്ട് വരൂല, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യവൻ വരൂല, വാട്സപ്പിൽ ലൈക്ക് തന്നയാള് വരൂല. ഖബറിൽ വരുന്ന നേതാവാണ് താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ യഅഖൂബ് അൽ ഫൈറൂസാബാദി ഹിജ്റ 817 വഫാത്തായ മഹാനാണ്. അവിടുന്ന് പറയുകയാണ്, കുന്തു ജഅൽതു അലാ നഫ്സി കുല്ല ലൈലത്തിൻ ഇൻദ അൻ-നൗം ഇദാ അവൈതു ഇലാ മദ്ജഇൻ അദദൻ മഅലൂമൻ ഉസല്ലി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമായിരുന്നു, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുമായിരുന്നു. ഒരു ദിവസമുണ്ട് ഫഖദത്നി ഐനാനി, എൻ്റെ കണ്ണുകൾ ഉറക്കം പിടിച്ചപ്പോൾ വകുന്തു സാകിനൻ ഫീ ഗുർഫത്തിൻ വഇദ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ദഖല അലയ്യ, എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. മിൻ ബാബിൽ ഗുർഫ ഫഅലാഅതി ഗുർഫത്തി നൂറാ, വീട് മുഴുവൻ പ്രകാശപൂരം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മോനെ മുഹമ്മദ് ബിൻ യഅഖൂബ്, നിന്റെ ചുണ്ടുകളൊന്ന് തരുമോ? ഞാനൊന്ന് ചുംബിച്ചോട്ടെ. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ചുണ്ടുകൾ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. എനിക്കും നാണമായി. ഹാത്തി ഹാദൽ ഫമല്ലദി യുക്തിറു സ്വലവാതി വഖബ്ബിൽഹു, എനിക്ക് ചുംബിക്കാൻ നിന്റെ ചുണ്ടുകൾ തരുമോ? എനിക്ക് നാണമായി. ഫകുന്തു അസ്തഹി അൻ ഉഖബ്ബില ഫീഹി, എൻ്റെ വായിൽ പുന്നാര നബി മുത്തുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ കവിൾത്തടം ഇങ്ങനെ തിരിച്ചു കൊടുത്തു, എൻ്റെ മുഖം ഇങ്ങനെ ഞാൻ തിരിച്ചു കൊടുത്തു. ഫസ്തദർതു ബി വജ്ഹി, ഞാൻ എൻ്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്തു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖബ്ബല ഫീ ഖദ്ദി, എൻ്റെ കവിൾത്തടത്തിൽ അവിടുന്ന് ചുംബിച്ചു. സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു, എൻ്റെ ഭാര്യ ഒരുപാട് നാള് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച മണം കവിളിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുകയാണ്. എൻ്റെയും നിങ്ങളുടെയും രാത്രികളിൽ എപ്പോഴെങ്കിലും പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടുണ്ടോ? എത്രയോ ആളുകൾ, സാധാരണക്കാർ. ഉള്ളാളത്തുപ്പാപ്പയുടെ ചാരത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്തൊരു സ്റ്റുഡൻറ്റ് വന്നു. അവിടെ എന്നെപ്പോയ മെഡിക്കൽ കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു മെഡിക്കലിന് പഠിക്കുന്ന ഒരു ഡോക്ടറിന് പഠിക്കുന്ന കുട്ടി വന്നിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ, എനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിച്ചു തരണം. ഞങ്ങളുപ്പാപ്പ, ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ഹംദുള്ളയാണ് ഷെയ്ഖ്, ഒന്ന് ക്ലാസ് എടുക്കുക. അന്നേരത്ത് അവിടുന്ന് പറഞ്ഞു, നിനക്കിപ്പം മരിക്കാൻ പറ്റുമോടാ? ഇപ്പം നിനക്ക് മരിക്കാൻ പറ്റുമോ? എന്നാൽ നിനക്ക് ഞാൻ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ കുട്ടി ഒറ്റ അക്ഷരം വേണ്ടിയില്ല. ഞങ്ങളിങ്ങനെ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുക? ആ കുട്ടി ഇപ്പോൾ എനിക്ക് മരിക്കണമെന്ന്, എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാലോ? അവൻ പറഞ്ഞില്ല. താജുൽ ഉലമ തങ്ങളുപ്പാ പറഞ്ഞു, നിനക്ക് ഇപ്പം മരിക്കാമെങ്കിൽ നിനക്ക് ഞാനിപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരാം. അങ്ങനെയുള്ള നേതാവാണ് സയ്യിദുനാ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു അവിടുത്തെ ദർജയെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്തോടെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ,
പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുന്ന കൽബുകൾ നമുക്കുണ്ടാകണം. നമ്മളൊക്കെയും SSF എന്ന SYS എന്ന SMA എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിക്കുന്ന ആളുകളാണ്. നമ്മുടെ നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ തവല്ലല്ലാഹു അംറഹു മഅ സിഹത്തി വൽ ആഫിയ ഉസ്താദ് അവർകൾ ചെയ്യുന്ന പോലെ ത്യാഗം ഈ ലോക ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ലോക ചരിത്രം സീരിയസ് ആയിട്ട് പറയുകയാണ്. ലോക ചരിത്രം SSFന്റെ പതാകയുടെ കീഴിൽ ഈ ഇരിക്കുന്ന തലമുതിർന്ന തലക്കനമുള്ള പണ്ഡിതന്മാർ ഈ ത്രിവർണ്ണ പതാക ഏറ്റെടുത്തത് എന്തിനാണെന്നറിയുമോ? സഹോദരങ്ങളെ, ആലോചിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ നേതാവ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആ കൊടി പിടിച്ച് നമുക്ക് കാണിച്ചു തന്നു. ആ പതാക ഹൃദയത്തിന്റെ അകത്തളത്തിൽ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ കറ പുളരാൻ പാടില്ല. അത് ചിത്രമാകാൻ പാടില്ല. അത് ബിദ്അത്തിന്റെ സ്ഖലിതങ്ങൾ കലർന്ന് അശുദ്ധമാകാൻ പാടില്ല എന്ന തീക്ഷ്ണമായ ചിന്താഗതിയിൽ നിന്നാണ് SSF എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉയർന്നു വന്നത്. SYS എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉയർന്നു വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉയർന്നു വന്നത്. നമുക്ക് മഹാന്മാരായ നേതാക്കൾ നേതൃത്വം കാണിച്ചതെന്ന് സംഘടന വളർത്തി തന്നത് എന്തിനു വേണ്ടിയാണ്? അധികാരം പിടിച്ചടക്കാനല്ല, ഇലക്ഷൻ നടത്താനല്ല. സംഘടനയുടെ ബലം കൊണ്ട് അന്യമത സഹോദരന്റെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കി കൊന്നുകളയാനല്ല, ഒരാളെയും ആക്രമിക്കാനല്ല, ഒരു സ്ഥലത്തും ബോംബുണ്ടാക്കാനല്ല, ഒരാളെയും ബോംബ് ചൊല്ലി തകർക്കാനല്ല, അന്യമതക്കാരന്റെ ആരാധനാലയങ്ങൾ കത്തിക്കാനല്ല. എന്തിനാണ്? ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് 2145 പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോക ചരിത്രത്തോട് ചോദിച്ചു നോക്ക്. 2145 പള്ളികൾ ലോക ചരിത്രത്തിൽ നിർമ്മിച്ച ഒരു പണ്ഡിതൻ പോയിട്ടൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ലോക ചരിത്രത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. എത്ര പള്ളികളാ നമ്മുടെ നേതാവായ ഖമറുൽ ഉലമ കാന്തപുരം പി അബൂബക്കർ ഉസ്താദ് അവിടുന്ന് നമുക്ക് പണി കഴിപ്പിച്ചു തന്ന പള്ളികളുടെ എണ്ണം എത്രയാ? 2145 പള്ളികൾ. ഒരു പള്ളി ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും അവരുടെ കഠിന പരിശ്രമം കൊണ്ട് ഒരു പള്ളി പണിതിട്ടുണ്ടോ? ഒരു പള്ളി പോരാ. സഹോദരങ്ങളെ, മഹാനായ നമ്മുടെ ഉസ്താദ് 1531 കിണറുകൾ, കുടിവെള്ള കിണറുകൾ. എത്രയാ? 1531 കുടിവെള്ള കിണറുകൾ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കുഴിച്ചു നൽകിയിട്ടുണ്ട്. ഒരു കിണറ് ജീവിതത്തിൽ, ഒരു കിണറ് ഇരിക്കട്ടെ. അള്ളാഹു സമ്പത്ത് തന്നു, എനിക്ക് സൗഭാഗ്യം തന്നു, ഒരു പാവപ്പെട്ടവൻ എൻ്റെ ചെലവ് കൊണ്ട് വെള്ളം കുടിക്കട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കിണറ് SYSനത് പദ്ധതിയുണ്ട്. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലാതെ സ്വന്തം ഇഷ്ടം ഉണ്ടായിട്ട് AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് എത്രയാ കിണറുകൾ. നിങ്ങൾക്കറിയുമോ പശ്ചിമ ബംഗാളിനെ? നിങ്ങൾ കേട്ടിട്ടുള്ള പശ്ചിമ ബംഗാൾ ഏതാ? ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പശ്ചിമ ബംഗാള്. കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ ഭരിച്ചു മുടിച്ച 50 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണം, ഒരുപാട് ഭരണം നടത്തിയ ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ മാർക്സിന്റെയും കാർൽ മാർക്സിന്റെയും ലെനിന്റെയും ആദർശങ്ങൾ വേരോടിയ പശ്ചിമ ബംഗാളിനെ പറ്റി എനിക്ക് നിങ്ങൾക്കും എന്തറിയാം? ഒന്നും അറിയില്ല. അവിടെ ശുദ്ധജല പൈപ്പുകൾ മുറിയുന്നിടത്ത് ആരംഭിക്കുകയാണ് മുസ്ലിം ഗല്ലികൾ. വൈദ്യുതിയുടെ ലൈനുകൾ വിച്ഛേദിക്കപ്പെടുന്നിടത്ത് ആരംഭിക്കുകയാണ് മുസ്ലിം ഗല്ലികൾ. അവിടെ കടന്നു എന്നോ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് 143 സ്കൂളുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര സ്കൂളുകളാ? 143ലേറെ സ്കൂളുകൾ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഇതുവരെ പശ്ചിമ ബംഗാളിൽ ഒരു പുൽക്കൊടി നാട്ടാൻ പോയിട്ട് ആ പശ്ചിമ ബംഗാളൊന്ന് പോയി അവിടെ സന്ദർശിച്ച് അവിടുത്തെ പാവങ്ങളുടെ ആ ദുരവസ്ഥകളൊന്ന് നേരിട്ട് അറിയാനെങ്കിലും നമുക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. എന്നാൽ പോരാ 2500ലേറെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള ത്വയ്ബ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് അടക്കം മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവിടെ ഒരുപാട് സ്കൂളുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.
ജമ്മു കാശ്മീരിനെ പറ്റി എന്തറിയാം? ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനം എന്ന് വിളിക്കുന്ന ജമ്മു കാശ്മീർ. മനോഹരമാണ് കശ്മീർ കാണാൻ. മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്ന കുന്നുകൾ, മലകൾ, മാമരകൾ മനോഹരമാക്കിയ കശ്മീർ ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനമാണ്. വെടിയച്ചകൾ കൊണ്ട് സദാ സമൃദ്ധമായ കശ്മീരി മക്കളെ. ഈ അടുത്ത സമയത്തൊന്നും കശ്മീരിൽ ബോംബ് ബ്ലാസ്റ്റ് കേൾക്കുന്നില്ല. മുമ്പൊക്കെ എന്നും പത്രത്തിൽ വാർത്തയായിരുന്നു. എന്നാൽ ഒരു നേതാവില്ലാതെ, ഒരു പിടിവള്ളിയില്ലാതെ കഷ്ടപ്പെടുന്ന കശ്മീരി മക്കൾക്ക് മഹാനായ കാരുണ്യത്തിന്റെ കനകാംബരമായി കടന്നു ചെന്നു ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അവിടെ കടന്നു എന്നിട്ട് ആ മക്കൾക്ക് സ്കൂളുകൾ തുറന്നു കൊടുത്തു. 15ഓളം ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കശ്മീരിൽ മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം എ പി ഉസ്താദ് നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കറിയുമോ, സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നമ്മുടെ മദ്രസയുടെ സിലബസ് നരേന്ദ്രമോദി സർക്കാർ അംഗീകരിച്ച് അവിടെയും 5 സ്കൂളുകൾ ഓൾറെഡി ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഈ പതാക നെഞ്ചിലേറ്റി മരിക്കുന്നതുവരെ അവസാന ശ്വാസം, അവസാന മിടിപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഊർന്നു പോകുന്ന നിമിഷം വരെയും ഈ പതാക നെഞ്ചിലേറ്റാൻ എന്റെ ഹൃദയമുള്ള ചെറുപ്പക്കാരെ, യുവത്വം തുളുമ്പുന്ന രക്തത്തുടിപ്പുള്ള ആർദ്രവമുള്ള ഈ സമുദായത്തിന്റെ കാവൽ ഭടന്മാരായ എന്റെ ഹൃദയമുള്ള ചെറുപ്പക്കാരെ, അമാന്തിച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട. ഈ പതാക നമ്മുടെ കയ്യിലേൽപ്പിച്ചിട്ട് പോയത് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുള്ള ആൾ തങ്ങളാണ്. അവിടുന്ന് പഠിപ്പിച്ച മഹിതമായ ദർശനങ്ങളിൽ ഈ ജീവിതം സാർത്ഥകമായാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന പദവിയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കും എന്നും മാത്രം ഇത്തരുണത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഇനിയും സമയം നമുക്ക് തീരെയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസ് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു എല്ലാ മജ്ലിസുകളും നമ്മളിൽ നല്ല വിജയത്തിലെത്തിച്ചു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് മൊയ്നുദ്ദീൻ ബാംഗ്ലൂർ, നബീൽ ബാംഗ്ലൂർ, ഫഖ്റെ ആലം മുംബൈ, സിറാജുൽ അൻവർ മലൈബാരി, പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ സലീം ജൗഹരി അൽ മിസ്ബാഹി കൊല്ലം അടക്കമുള്ള ഫാദിൽ ഭീമാപ്പള്ളി, അഫ്സൽ കണ്ണൂർ അടക്കമുള്ള പ്രമുഖരായ ആളുകൾ നമ്മുടെ വേദിയിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ മജ്ലിസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും വളരെ ആത്മാർത്ഥമായി ഈ മജ്ലിസിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട. ആ സംഘാടകർ ഇപ്പോൾ ബക്കറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. എല്ലാവരും നല്ല കാര്യമായ രീതിയിൽ സംഘാടകരോട് സഹകരിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട് നോക്കാം. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട് നോക്ക. എല്ലാവരും ഇയാൾ കൈയിട്ട് നോക്കുന്നുണ്ടോ, ഇയാൾ കൈയിട്ട് അങ്ങനെ പരസ്പരം നോക്കാതെ എല്ലാവരും ഒരു 100 രൂപ നിങ്ങളുടെ പോക്കറ്റ് ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് നല്ലൊരു പെരുന്നാൾ ദിവസമായിട്ട് എത്രയോ പൈസ നമ്മൾ അടിച്ചു പൊളിച്ചതാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മജ്ലിസിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഓക്കെ ജൂദോ കറം ഹേ ശഹേബത് ഹാ തേരാ നഹീം സുൻതാ ഹി നഹീം മാംഗിനെ വാലാ തേരാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖദ് ഫഖാല ലാ. ചോദിച്ചു വരുന്നവരെ മുഴുവനും കൈ നിറയെ കൊടുക്കുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു വരുന്ന ആളുകൾക്ക് മുഴുവനും വാരിക്കോരി കൊടുക്കുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മജ്ലിസിൽ വന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതൊന്നും വെറുതെ ആവില്ല. എല്ലാ മുഅ്മിനീങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സദസ്സിൽ ആരെങ്കിലും ഒരു സഹോദരൻ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ വിജയത്തിന് വേണ്ടി ഒരു 10,000 രൂപ കൊടുത്തേക്കാന്നും പറഞ്ഞ് കൈപൊക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാള് ഈ സദസ്സിൽ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദിയിൽ ഉണ്ടോ മുഅ്മിനീങ്ങളെ? ഒരാള് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം ഒരു 10,000 രൂപ. ഇപ്പൊ നിങ്ങൾ കൊടുക്കണ്ട, നാളെ കൊടുക്കണ്ട, മറ്റന്നാ കൊടുക്കണ്ട, ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഒരാള് ഈ മജ്ലിസിൽ നിന്ന് ഞാൻ കൊടുത്തേക്കാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്
അല്ലാഹുവിന്റെ റസൂൽ ഒരു ജൂതനായ മനുഷ്യനെ പറഞ്ഞു വിടുകയാണ്. ജൂതനായ സഹോദരൻ കടന്നു വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയേ, ഒരു 100 പൊന്ന് കടം തരാമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ അന്നേരത്ത് പൈസ ഇല്ല. അവിടുന്ന് പറഞ്ഞു, മോനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചാരത്ത് ചെന്നേരെ. ഞാൻ പറഞ്ഞു, ഒന്ന് പറ, ഒരു 100 പൊന്ന് നിനക്ക് കടം തരാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നിട്ട് ഈ ജൂതനായ മനുഷ്യൻ പറയുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ജൂതൻ തർബിയത്തൊന്നും ചെല്ലൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, 100 പൊന്ന് കടം തരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു 100 പൊന്ന് കടം തരാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആര് പറഞ്ഞു? ജൂതനായ സഹോദരൻ വീണ്ടും പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു, ഒരു 100 പൊന്ന് കടം തരാൻ. അന്നേരത്ത് വീണ്ടും ചോദിക്കുകയാണ് സയ്യിദുനാ ഉസ്മാൻ, ആര് പറഞ്ഞു എന്നാ ചോദിച്ചേ? ആര് പറഞ്ഞു എന്നാ പറഞ്ഞേ? അവിടുന്ന് പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു. ജൂതൻ പറയുകയാണ്, മുഹമ്മദ് നബി പറഞ്ഞു, ഒരു 100 പൊന്ന് കടം തരാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ആര് പറഞ്ഞു എന്നാ പറഞ്ഞേ? അപ്പൊ ജൂതനായ സഹോദരൻ, മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതനായ സഹോദരൻ അങ്ങനെ തന്നെ പറയുള്ളൂ, അയാൾ സ്വലാത്ത് ചൊല്ലൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളുടെ പേര് പറഞ്ഞിട്ട് മുഹമ്മദ് നബി പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? ഇത് കേട്ടപ്പോ ജൂതനായ സഹോദരൻ പറഞ്ഞു, ഉസ്മാനെ റളിയല്ലാഹു അൻഹു, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് തരുവായിരുന്നു. പക്ഷേ ആര് പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചവിടുന്ന് വഷളാക്കുന്ന പരിപാടിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. നിങ്ങൾ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് തന്നാ പോരായോ? എന്തിനാ ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന എന്തോത്തിനാ എന്ന് ചോദിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുകയാണ്. വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് ഓടിയിറങ്ങി വന്നിട്ട് ജൂതനായ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. സഹോദരാ, വിഷമം വിചാരിക്കല്ലേ, എന്നോട് പിണങ്ങല്ലേ, എന്റെ നേതാവിനെ അധിക്ഷേപിക്കല്ലേ. ഞാൻ എന്തിനാണ് നിനക്ക് ആര് പറഞ്ഞു എന്ന് നിന്നോട് ചോദിച്ചത് എന്തിനാന്നറിയുമോ? നീ അകത്തേക്ക് വന്നേ. ആ ജൂതനായ മനുഷ്യന്റെ കൈ പിടിച്ചു സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് കയ്യെ പിടിച്ച് അകത്തളത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ പണപ്പെട്ടി ഇങ്ങനെ തുറന്നെടുക്കുകയാണ്. പണപ്പെട്ടി തുറന്നെടുത്തേച്ച് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കൈ അതിനകത്തേക്ക് പണച്ചാക്കിലേക്ക് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് കോരിയെടുത്തിട്ട് പറഞ്ഞു, പിടിക്ക്, എന്റെ നേതാവിന്റെ പേര് ഒരു തവണ നീ പറഞ്ഞതിന് പിടിക്ക്. കൈ നിറയെ സ്വർണം വാരി കൊടുത്തു സയ്യിദുനാ ഉസ്മാൻ. ജൂതനായ മനുഷ്യനാകെ സ്തബ്ധനായി പോയി. ഇതെന്തുവായി കാണിക്കുന്നേ? ഇതെന്തോന്ന് പരിപാടിയായി കാണിക്കുന്നേ? ഉസ്മാൻ എന്തു പറ്റി? അദ്ദേഹം രണ്ടാമതും ആ പൊന്നിന്റെ ചാക്കിലേക്ക് കൈയിട്ടിട്ട് വാരിയെടുത്തു പൊന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജൂതനായ സഹോദരന്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. പിടിക്ക്, എന്റെ നേതാവിന്റെ പേര് രണ്ടാമത് പറഞ്ഞതിന് പിടിക്ക്, പൊന്നിന് പിടിക്ക്, സ്വർണം പിടിക്ക് സയ്യിദുനാ ഉസ്മാൻ. മൂന്നാമത്തെ തവണയും കയ്യങ്ങിടുകയാണ്, സ്വർണം വാരിയെടുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ജൂതനായ സഹോദരന് കൊടുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നീ ഒരു ജൂതനായ മനുഷ്യനാണല്ലോ, നിന്റെ വായെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് he was Muhammad sallallahu alayhi wasallam he was Muhammad
സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരാ, നീ ഒരു ജൂതനായ മനുഷ്യനാണല്ലോ, നിന്റെ വായെന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും കേൾക്കാൻ ഒരു ആഗ്രഹം. ഒരു ജൂതനായ മനുഷ്യന്റെ വായിൽ നിന്നും എന്റെ പ്രവാചകന്റെ പേര് ആവർത്തനാവർത്തനം കേട്ടപ്പോൾ എന്റെ ഖൽബിന്റെ അകത്തളത്തിൽ ഒരു കുളിർമയുണ്ടായി. വീണ്ടും വീണ്ടും എന്റെ നേതാവിന്റെ പേര് ഒരു ജൂതനായ മനുഷ്യന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഉസ്മാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. വീണ്ടും ആര് പറഞ്ഞു എന്ന് നിന്നോട് ചോദിച്ചത് വിഷമിപ്പിക്കാനല്ല, വേദനിപ്പിക്കാനല്ല. രണ്ട് കൈകൊണ്ടും പൊന്നിങ്ങനെ വാരി വാരി ജൂതന്റെ മടിയിലേക്ക് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാരിയിട്ട് കൊടുത്തപ്പോൾ ഇത് കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭ്രാന്തമായ ആവേശം കണ്ടപ്പോൾ ജൂതനായ മനുഷ്യൻ അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു ജൂതനായ മനുഷ്യന്റെ വായിന്ന് പുന്നാര നബിയുടെ പേര് കേട്ടപ്പോൾ കോടിക്കണക്കിന് വില വരുന്ന സ്വർണ്ണ നാണയങ്ങൾ വാരി ജൂതന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്ത സയ്യിദനാ ഉസ്മാൻ റളിയല്ലാഹു. അവിടുന്ന് പോണ സ്വർഗത്തിലാണ്. ഈ പ്രസംഗിക്കണ എനിക്ക് പോകാനുള്ളത്, ഈ കേൾക്കണ നമുക്ക് ഓരോരുത്തർക്കും പോകാനുള്ളത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്നവരാരെങ്കിലും ഒരാള് ഈ സദസ്സിൽ നിന്ന് കൈവെക്കുമോ സഹോദരങ്ങളെ? അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ നാമധേയത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല, അവിടുന്ന് പറയുന്ന മാർഗത്തിൽ പണം ചെലവഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അവിടുന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത്, ആരാ പള്ളി പണിയാൻ ഇത്ര പൈസ വേണം, ആരാ തരുന്നത്? അനദായ റസൂലുള്ളാഹ്, അനദായ റസൂലുള്ളാഹ്, അനദായ റസൂലുള്ളാഹ്. എല്ലാവരും മത്സരിച്ച് കൈവെക്കുകയാണ് സഹാബത്ത്. അവരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറദൂ അൻ, റളിയല്ലാഹു അൻഹും വറദൂ അൻ എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാഹു അവരിൽ സംതൃപ്തനാണ്, അവരോ അല്ലാഹുവിലും സംതൃപ്തരാണ് എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരാള് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം. ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ വയനാട് കൽപ്പറ്റയിലെ പടിഞ്ഞാറത്തറയിൽ ഹബീബിന്റെ പേരിൽ പെരുന്നാൾ സുദിനത്തിൽ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പെരുന്നാളായിട്ട് പർച്ചേസ് നടത്തി. 10,000 ഒന്നുമല്ല, അതിൽ മേളിൽ പോയിട്ടുണ്ട്. മക്കൾക്ക് പോയി ഡ്രസ്സ് മേടിച്ചത്, തുണി മേടിച്ചത്, ഇറച്ചി മേടിച്ചത്, ബിരിയാണി വെച്ചത്, അങ്ങനെ എന്തൊക്കെ പെരുന്നാൾ ചെലവ് എന്നെ 10,000-ന് മേലെ എസ്റ്റിമേറ്റ് പോയിട്ടുണ്ട്. ഇനി ആരാ ഈ സദസ്സിൽ നിന്ന് ഹബീബിന് പെരുന്നാൾ സുദിനത്തിൽ ഒരു 10,000 രൂപ ഹബീബിന്റെ പേർക്ക് ഈ മജ്ലിസിൽ നിന്ന് ഞാൻ കൊടുത്തേക്കാം എന്ന് പറയാൻ കഴിയുന്നവർ ആരെങ്കിലും ഒരു സഹോദരൻ ഈ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ നിന്ന് ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞ് കൈപൊക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഒരാള് അല്ലാഹുവിന്റെ വേണ്ടിയാൽ ഈ മജ്ലിസിൽ ആരെങ്കിലും ഒരാളുണ്ടോ സഹോദരങ്ങളെ? മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ നഗറിൽ അവിടുത്തെ നാമധേയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ ഹബീബിന്റെ മജ്ലിസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ ഒരു 10,000 രൂപ ബുർദയുടെ മജ്ലിസിൽ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദത്തു ശരീഫയുടെ മജ്ലിസിൽ ഇവിടെ നിറഞ്ഞ് മദ്ഹിന്റെ ഇഷ്ഖിന്റെ ആരവങ്ങൾ കൊണ്ട് ഈ മജ്ലിസ് സമ്പന്നമാകാൻ പോവുകയാണ്. മജ്ലിസ് ഇഷ്ഖിന്റെ സ്നേഹത്തിന്റെ പേമാരി സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദ്ഹ് പാടിയപ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിൽ മിമ്പർ പണിതു കൊടുത്തു. പോരാ,
അവിടുത്തെ തോളിൽ കിടന്ന് ഷോൾ എടുത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ തോളയിൽ ഇട്ട് കൊടുത്തിട്ട് അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് നീ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഒരു സഹോദരൻ, എന്താ പേര്? ഖൂലു തക്ബീർ. ചെറിയ മക്കളെ ശബ്ദമൊക്കെ ഉറച്ചു കേൾക്കുന്നുണ്ട്. ഖൂലു തക്ബീർ. ഒരു സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സഹോദരൻ ഹബീബിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ 10,000 തന്ന സഹോദരനാണ്. സ്വർഗത്തിൽ നീ പകരം അത്യുന്നതമായ പദവി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, അദ്ദേഹത്തെ നീ കോടിപതിയാക്കണേ അല്ലാഹ്. ആ കാഴ്ച ഈ ദുനിയാവിൽ ഈ ജനങ്ങൾക്ക് മുഴുവനും അദ്ദേഹത്തിന്റെ ഭാസുരമായ ഭാവി നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ആലിമീങ്ങളെ ഹാഫിളീങ്ങളെ കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മുൻഗാമികളുടെ ഖബറുകളെ സ്വർഗമാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ, ഇറങ്ങിപ്പുറപ്പെടലിൽ കൈവക്കുന്ന ഏത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ജാഹു ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ വിജയം നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. ക്യാൻസർ പോലത്തെ ഒരു മഹാരോഗവും ആ ശരീരത്തിൽ നീ കൊടുക്കല്ലേ അല്ലാഹ്. ആക്സിഡന്റുകളിൽ മരിപ്പിക്കല്ലേ അല്ലാഹ്. അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും ഭാര്യ മക്കളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബിഹഖ്ഖി നബി മുഹമ്മദിൻ മുർഫാദ് കണ്ണൂർ. ഖുലു തക്ബീർ, ഖുലു തക്ബീർ. Ya Nabi salam alaikum, Ya Rasul salam alaikum, Ya Habib salam alaikum, salawatullah alaikum. Allahuve മുർഫാദിനു ബറക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. മുർഫാദിന്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ, ഇറങ്ങി പുറപ്പെടലിൽ, കൈവക്കുന്ന നല്ല കാര്യങ്ങളിൽ മുർഫാദിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുർഫാദിന്റെ ഏത് നല്ല ഉദ്ദേശമാണ് ഇവിടെ നേരത്തെ തന്ന സഹോദരന്റെ ഏത് ഉദ്ദേശമാണ് നീ സഫലമാക്കണേ അല്ലാഹ്. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരുടെ കച്ചവടങ്ങൾ, അവരുടെ വാഹനങ്ങൾ, അവരുടെ വീടുകൾ, അവരേർപ്പെടുന്ന നല്ല കാര്യങ്ങൾ മുഴുവനും ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന്, ശത്രുക്കളുടെ ശത്രുതകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുർഫാദിന്റെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആ പരമ്പരകളെ സുന്നത്ത് ജമാഅത്തിന്റെ ദാഇകളുമാക്കി മാറ്റണേ അല്ലാഹ്. 10,000 പകരം മുർഫാദിന് സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഭാവിയിൽ ആ സമ്പത്ത് കണ്ട് ഈ ജനങ്ങൾക്ക് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖ്ഖി നബി മുഹമ്മദിൻ. മുർഫാദിനെ പോലെ ഇനി ആരാ? ഞാൻ കൊടുക്കാം ഒരു 10,000 രൂപ. ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ കൈവെക്കണം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 21 വയസ്സുകാരൻ, ഒരു 18 വയസ്സുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. ഇന്ന് ഈ സദസ്സിരിക്കുന്ന 18 വയസ്സുകാരെ ആരും ഒരു 10,000 രൂപയ്ക്ക് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുള്ള ആളാണ്. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ. നബി മുഹമ്മദ് മുസ്തഫ. ഓ, സ്വലാത്ത് പോരാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാരാ. ഞാൻ കൊടുത്തേക്കാം ഒരു 10,000. ഈ സദസ്സിൽ നിന്നിട്ട് ഒരാൾ കൈവെക്കണം, അതൊരു സന്തോഷമാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ സഹാബത്ത് എന്തുവാ 10,000 രൂപ ഞാൻ തരാം എന്നാണോ പറഞ്ഞേ? അല്ല, പിന്നെന്തുവാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് എന്തുവാന്നറിയാവോ? രക്തം തരാവോ, ജീവൻ തരാവോ, ആത്മാവ് തരാവോ? സയ്യിദുനാ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു അവ്വലു മൻ ആമന ബി സിദ്ദീഖ് അവ്വലു മൻ സദ്ദഖനി സിദ്ദീഖ് അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി സിദ്ദീഖ്. പടിഞ്ഞാറത്തറയിലുള്ള ഏതെങ്കിലും സിദ്ദീഖ് കാക്കയുടെ പേരൊന്നും അല്ല പറഞ്ഞത്, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നാളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ കിടക്കുന്നയാൾ ആരാ? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സദസ്സിൽ എല്ലാവരും സംഭാവന കൊടുത്തപ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴെത്തി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, എൻ്റെ സമ്പാദ്യത്തിന്റെ മൂന്നിൽ ഒന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നും ഇനി ബാക്കിയില്ല, അള്ളാഹുവും റസൂലും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ദീനിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് പരിപാടി തുടങ്ങണം. ആരാ 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 ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്നവരാരാ? ഈ സദസ്സിന്ന് ഒരാളിങ്ങനെ കൈപൊക്കി കണ്ട എന്തൊരു ഹാപ്പി ആയിരുന്നു, എന്തൊരു സന്തോഷം. ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസ ആണോ? ചെറിയ മക്കളെവിടെ? എടാ മക്കളെ, ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണോടാ? ആണോ? നിങ്ങൾ എന്താന്ന് മിണ്ടായിരിക്കണം? നമ്മുടെ നബിയുടെ പേരെന്താ? നിങ്ങൾക്ക് അറിയത്തില്ലയോടെ നമ്മുടെ നബിയുടെ പേരെന്തുവാ? ഒന്ന് ഉറക്കെ പറയടേ, എന്തുവാ പതുക്കെ പറയുന്നത്? നമ്മുടെ നബിയുടെ പേരെന്തുവാ? എവിടാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചേ? ഒന്ന് ഉറക്കെ പറ, എവിടാ ജനിച്ചേ? നബി എവിടാ വഫാത്തായേ? നബിയുടെ ഉമ്മാടെ പേരെന്തുവാ? റളിയല്ലാഹു അൻഹു. ആര് പറയും? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ടെ ചെറിയ മോനെ അടുത്ത് വിളിച്ചേ ചോദിക്കട്ടെ, ആ മോനെ ഇതാരാ? അതിന്റെ വാപ്പ, ഉപ്പയുടെ ഉപ്പ എന്നല്ലേ പറയും, ഉപ്പ. ഈ ഉപ്പ എവിടാ ജനിച്ചതെന്ന് നിനക്കറിയാവോ? നിങ്ങൾ ഇന്ന് വാപ്പമാരെല്ലാവരും വീട്ടിൽ പോയിട്ട് ചെറിയ മോനെ അടുത്ത് വിളിച്ചേച്ച് ആ മോനോട് ചോദിക്കണം, ഈ വാപ്പ എവിടാടാ ജനിച്ചേ? ഒരൊറ്റ മക്കളും പറയത്തില്ല. ഉറപ്പാ? ഈ വാപ്പാടെ പേരെന്തുവാടാ? ഒരൊറ്റ മോളും പറയത്തില്ല. വാപ്പാടെ ഉമ്മാടെ പേരെന്തുവാടാ? ഒരൊറ്റ മോനും പറയത്തില്ല. എന്നാൽ പറയും ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഖുദാ കീ റസാ ചാഹതാ ഹേ ദോ ആലം, ഖുദാ ചാഹതായേ റസായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് തുടങ്ങാണ്. അല്ലാഹുവേ ഖുലൂ തക്ബീർ. ഇബ്രാഹിം എന്ന സഹോദരന്റെ ഉപ്പാടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, ഉമ്മാടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും സന്തോഷവും നൽകണേ അല്ലാ. ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ഇബ്രാഹിം ഇക്കാക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.